തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലാണ് വോട്ടെടുപ്പ്. നിശബ്ദ പ്രചാരണ ദിവസമായ ഇന്ന് പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലായിരിക്കും സ്ഥാനാർത്ഥികൾ. എന്തായാലും നമുക്ക് ഫീൽഡിൽ നിന്ന് തന്നെയുള്ള തത്സമയ വിവരങ്ങൾ തന്നെ നോക്കേണ്ടതുണ്ട്. കോഴിക്കോട് നിന്ന് ടി നന്ദഗോപാൽ, കണ്ണൂരിൽ നിന്ന് ബിജീഷ് ഗോവിന്ദൻ, തൃശ്ശൂരിൽ നിന്ന് നടരാജ് പരശുരാം തുടങ്ങിയവരാണ് നമുക്ക് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. എന്തായാലും രാവിലെ തന്നെ എല്ലാവരും സജ്ജമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആരിലേക്കാണ് പോകേണ്ടത്? ആദ്യം നമുക്ക് നന്ദഗോപാലിലേക്ക് പോകാം അല്ലേ? നന്ദഗോപാൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ ഇനിയിപ്പോൾ നിശബ്ദ പ്രചാരണമാണ്. സ്വാഭാവികമായിട്ടും പതിയൊക്കെ പോയി അവസാനം എനിക്ക് തന്നെ വോട്ട് തരണേ എന്ന് പറയുന്ന ഒരു ദിവസം കൂടിയാണ്. മാത്രമല്ല വളരെ ആർഭാടപൂർവ്വമായുള്ള കൊട്ടിക്കലാശമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെ പ്രതീക്ഷകൾ മുന്നണികൾ വെച്ചു പുലർത്തുന്നു? ഇനിയിപ്പോൾ മറ്റ് പോളിംഗും ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊക്കെ സജ്ജമായിട്ടുണ്ടോ? ജിൽസി, ഗുഡ് മോർണിംഗ്. ഏതായാലും അവസാനഘട്ട വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലായിരിക്കും ഇന്ന് സ്ഥാനാർത്ഥികൾ മുഴുവനും. ഏതാണ്ട് 8 മണിയോടുകൂടി തന്നെ വീടുകളിലേക്കൊക്കെ ഇറങ്ങാമെന്നുള്ള തീരുമാനത്തിലാണ് സ്ഥാനാർത്ഥികളൊക്കെ ഉള്ളത്. ഒപ്പം സ്ലിപ്പുകളുടെ വിതരണമൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അറിയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ എല്ലാ വീട്ടുകളിലേയും പോവുക, എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം ചെന്ന് തങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ഉറപ്പിക്കുക എന്നുള്ള അവസാനഘട്ട പണികളിലാണ് ഇന്നിപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാവുകയും ചെയ്യുക. ഏതായാലും വലിയ പ്രതീക്ഷയിലാണ് മുന്നണികളൊക്കെ തന്നെയും കോഴിക്കോടുള്ളത്. എന്നാലേ നമ്മൾ ഇപ്പോൾ ഈ കൊട്ടിക്കലാശം ഉൾപ്പെടെ കണ്ടതാണ്. BJPയും LDFും UDFും ഒക്കെ തന്നെ ശക്തമായ പ്രചരണമാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ കോഴിക്കോട് കോർപ്പറേഷന്റെ കാര്യമെടുത്താൽ അവിടെ പതിറ്റാണ്ടുകളായി LDF തന്നെ ആധിപത്യം നിലനിർത്തുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. പക്ഷേ ഇത്തവണ ഇവിടെ പിടിച്ചെടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് UDF അവരുടെ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചതും പ്രചരണം ഉൾപ്പെടെ നടത്തുകയും ചെയ്തത്. അതിൽ തന്നെ LDFന്റെ ഈ ഘട്ടത്തിലെ എല്ലാ ഓരോ വികസനങ്ങളിലെ പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ പല അഴിമതികളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു UDFന്റെ പ്രചരണം ഉണ്ടായത്. അതിൽ തന്നെ പ്രാദേശികമായ വിഷയങ്ങൾ അവർ എടുത്തുകാട്ടിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ സംസ്ഥാന തലത്തിലും ചർച്ചയായ പല വിഷയങ്ങളും, അതിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ ഉണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങളിലൊന്ന് പുതിയ സ്റ്റാൻഡ് ഉണ്ടായ തീപിടുത്തം, അവിടെ ഉണ്ടായ സുരക്ഷാ വീഴ്ച, അതോടൊപ്പം തന്നെ പാളയം മാർക്കറ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ പല വിഷയങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു UDFന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രചരണം ഉണ്ടായത്. അതേസമയം LDF ഇത്തവണ ഇവിടെ പ്രചരണം തുടരും, അതായത് ഇത്തവണ തുടരും, അതിലൊരു മാറ്റവും ഉണ്ടായില്ല എന്ന് തന്നെ വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു LDFന്റെ ഒരു പ്രചരണം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അവരുടെ ഭരണ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് LDF അവരുടെ പ്രചരണം ഉൾപ്പെടെ നടത്തുകയും ചെയ്തത്. അതേസമയം BJPക്ക് പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ തവണ 22 സീറ്റുകളിലാണ് BJP 2ാം സ്ഥാനത്തെത്തിയത്. അപ്പോൾ ഇത്തവണ കൂടുതൽ നേട്ടമുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് BJPക്കുള്ളത്. ഒപ്പം ജില്ലാ പഞ്ചായത്തിന്റെ വിഷയം എടുത്തു നോക്കിയാലും അവിടെയും LDFന് തന്നെയാണ് മുന്നേറ്റമുള്ളത്. ഇത്തവണ അവിടെയും ഒരു നേട്ടം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് UDF ഉൾപ്പെടെയുള്ളത്. BJPയും പല ഭാഗങ്ങളിലും മുന്നേറ്റം നടത്താനുള്ള പ്രതീക്ഷയിലാണ്. ഏതായാലും ഇന്നിപ്പോൾ അവസാനഘട്ട പ്രചരണമാണ് നടക്കേണ്ടത്. ഏതാണ്ട് 8 മണിയോടുകൂടി തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും വീടുകളിലേക്കൊക്കെ ഇറങ്ങി അവസാനഘട്ട വോട്ട് ഉറപ്പിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള നടപടികളിലേക്ക് അല്പസമയത്തിനകം തന്നെ എല്ലാവരും കടക്കും.